കൊല്ലത്തെ UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായ NK പ്രേമചന്ദ്രനോട് അന്തസ്സായി വോട്ട് പിടിക്കണമെന്ന് രൂക്ഷ വിമർശനം നടത്തി LDF സ്ഥാനാർത്ഥിയും നടനുമായ M. മുകേഷ്. കൊല്ലത്ത് രാഷ്ട്രീയ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള ആത്മവിശ്വാസം ഇല്ലാത്തതിനാലാണ് കലാകാരനെ സ്ഥാനാർത്ഥിയാക്കിയത് എന്ന NK പ്രേമചന്ദ്രന്റെ വിമർശനത്തിനോടാണ് മുകേഷിന്റെ പ്രതികരണം. തോൽക്കുമെന്ന് ആദ്യമോ പരിഭ്രമമോ വന്നപ്പോഴാകാം പ്രേമചന്ദ്രൻ ഇങ്ങനെ പറഞ്ഞതെന്നാണ് മുകേഷ് പറയുന്നത്. കലാകാരൻ അത് മാത്രം ചെയ്താൽ മതി, ബാക്കിയെല്ലാം ഞങ്ങൾ ചെയ്തോളാം എന്ന നിലപാട് എത്രയോ ഭോഷത്തരമാണ്. ഞങ്ങളും ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്, ഞങ്ങൾക്ക് ജനസേവനം ചെയ്തുകൂടെ, സംവാദത്തിന് വരൂ എന്ന് പറഞ്ഞ് ക്ഷണിക്കുന്നതിന്റെ രാഷ്ട്രീയം തനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് മുകേഷിന്റെ വാക്കുകൾ. മുകേഷ് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ജനങ്ങളുടെ മുന്നിൽ ചെന്നാൽ വോട്ടാണ്. UDFന്റെ വികസന രേഖ പോലെ വലിയൊരു തമാശ വേറെ കണ്ടിട്ടില്ല. സംവാദം എന്ന് പറഞ്ഞ് ഇവർ ആരെയാണ് വിരട്ടുന്നത്? കലയിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും സത്യസന്ധമായ പ്രവർത്തനമേ എനിക്കുള്ളൂ. എനിക്കിവരെ പേടിക്കേണ്ട കാര്യമില്ല. എന്നെ സംവാദത്തിന് വിളിച്ച് വാർത്തയിൽ ഇടം നേടാനുള്ള ഇവരുടെ ടെക്നിക്ക് എനിക്ക് പിടികിട്ടും. അതൊക്കെ കയ്യിലിരിക്കട്ടെ. ജനങ്ങൾക്ക് മുൻപിൽ റെയിൽവേ കൊണ്ടുവന്നു, ബൈപ്പാസ് കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞാൽ പൊട്ടിച്ചിരിക്കും. ബഡായി ബംഗ്ലാവിൽ പോലും ഇത്ര നല്ല തമാശ ഞാൻ പറഞ്ഞിട്ടില്ല. സ്വയം പരിഹാസ്യനാകാതെ വികസനം പറഞ്ഞ് അന്തസ്സായി വോട്ട് പിടിക്കുമെന്നാണ് മുകേഷ് പറഞ്ഞത്. അതേസമയം താരപ്രഭയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് കൊല്ലം മണ്ഡലം ഇക്കുറി സാക്ഷ്യം വഹിക്കുന്നത്. 2 സ്ഥാനാർത്ഥികൾ സിനിമാ താരങ്ങൾ, മറ്റൊരാൾ പാർലമെന്റിലെ താരം. സിറ്റിംഗ് എംപിയും UDF സ്ഥാനാർത്ഥിയുമായ NK പ്രേമചന്ദ്രൻ പാർലമെന്റിലെ പ്രകടനങ്ങളിലൂടെ ഇന്ത്യയൊട്ടാകെ താരമായ ആളും, അടുത്തയാൾ സിറ്റിംഗ് MLAയും നടനുമായ CPM സ്ഥാനാർത്ഥി M. മുകേഷാണ്. പാർട്ടിക്കൊപ്പം ജനകീയരാണ് പ്രേമചന്ദ്രനും മുകേഷുമൊക്കെ. എന്നാൽ ഇവർക്കെതിരെ നിൽക്കുന്നതാകട്ടെ BJP സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: താൻ ഈ പറഞ്ഞ 2 സ്ഥാനാർത്ഥികൾക്കൊപ്പമാണ്. താരപരിവേഷം കൊണ്ടും ജനകീയനായതുകൊണ്ടും പിടിച്ചു നിൽക്കാൻ പാകത്തിന് ഒരാളെ തന്നെയായിരുന്നു BJP നേതൃത്വം കൊല്ലത്തേക്ക് വിട്ടതും. നടൻ കൃഷ്ണകുമാറിനെ വിടുമ്പോൾ തന്നെ BJP അതെല്ലാം കാലേക്കൂട്ടി കണ്ടിരുന്നു. നടൻ കൃഷ്ണകുമാറിനെ അറിയാത്ത മലയാളികളില്ല. 3 വർഷമായി സജീവ രാഷ്ട്രീയത്തിലുണ്ട്. 2021 BJPയിൽ ഔദ്യോഗികമായി അംഗത്വം എടുത്ത വർഷം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ A ക്ലാസ് മണ്ഡലമായി തിരുവനന്തപുരത്ത് അദ്ദേഹം സ്ഥാനാർത്ഥിയായിരുന്നു. കൃഷ്ണകുമാറിനെ പറ്റി ചോദിക്കുന്നവർക്ക് വീണ്ടും ശക്തമായി തന്നെ അദ്ദേഹം മറുപടി കൊടുക്കുകയാണ്. വ്യക്തമായ വീക്ഷണങ്ങൾ, പക്വമായ സംഭാഷണം, വിവേകപൂർണമായ പ്രവർത്തനങ്ങൾ BJP സ്ഥാനാർത്ഥികൾക്കിടയിൽ പാർട്ടിക്ക് അപ്പുറത്തേക്ക് ജനകീയനാക്കാൻ കൃഷ്ണകുമാറിന് ഇത് തന്നെ ധാരാളമാണ്. കൊല്ലത്തെ നിഷ്പക്ഷ വോട്ടുകളും ഭിന്നിച്ചു നിൽക്കുന്ന ഹിന്ദു വോട്ടുകളും BJP പാളയത്തിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ള സ്ഥാനാർത്ഥി തന്നെ കൃഷ്ണകുമാർ എന്ന് തന്നെയാണ് നിലവിലെ പ്രചാരണ പരിപാടികളിൽ നിന്നും വ്യക്തമാകുന്നത്. കൊല്ലത്ത് ITയിലെത്തിയ കൃഷ്ണകുമാറിനെ അപമാനിച്ചു വിടാൻ SFIക്കാർ ശ്രമിച്ചതൊക്കെ നാം കണ്ടതാണ്. എന്നാൽ അതിനെയൊക്കെ കയ്യിലൊതുക്കി അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇപ്പോൾ ജനങ്ങളെല്ലാം ഏറ്റെടുത്തിരിക്കുന്നത്. കേരളത്തിലാകെ അതൊരു സംസാര വിഷയം പോലെയായി. അതായത് വെറുപ്പിന്റെയും ധാർഷ്ട്യത്തിന്റെയും രാഷ്ട്രീയമല്ല, മറിച്ച് വികസനത്തിന്റെ രാഷ്ട്രീയമാണ് താൻ മുന്നോട്ട് വെക്കുന്നതെന്നായിരുന്നു BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ അന്ന് വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.